2016 ലാസ്റ്റാണ് സൂചേട്ടൻ എനിക്ക്. ഇപ്പൊ കറക്റ്റ് ഡേറ്റ് ഒക്കെ അറിയാലോ. സുധി മരിച്ച ഡേറ്റ് ഒക്കെ ഇപ്പൊ കറക്റ്റ് അറിയാലോ. ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളാണ് എന്നെ കാണാൻ വന്നത്. അതുപോലെ തന്നെയാണ് രേണു. ആരും ഉണ്ടാവില്ല, അവനവന് മാത്രമേ ഉണ്ടാവും. ആര് റീച്ച് ഉണ്ടാക്കിയാലും, ആര് ബിസിനസ് ചെയ്താലും, ആര് എന്തൊക്കെ ചെയ്താലും. കാരണം നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങിച്ച് നിങ്ങൾക്ക് പൈസ തന്നിട്ടാണല്ലോ ഓരോരുത്തർ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവർ പിന്നെ എന്തിനാണ് മുമ്പോട്ടുള്ള ഇത് നിങ്ങൾ കണ്ടെത്തുന്നത്? അപ്പം നിങ്ങളാണ് എവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകണം. ആ ജോലിക്ക് പോയാൽ ആ ജോലി നമ്മൾ ചെയ്യണോ വേണ്ടേ? ആ പൈസയ്ക്ക് നമുക്ക് പറ്റുമോ? നമുക്ക് എന്ത് ജോലിയും പറ്റുമോ എന്ന് നമ്മൾ നോക്കണം ആദ്യം. എന്നിട്ട് വേണം നമ്മൾ അതിൽ ചെല്ലാൻ. അല്ലാതെ നമ്മൾ ചെന്നിട്ട് അവരാരും വന്നില്ല എന്ന് ആരും പരാതി പറയണം. നമ്മളൊരു ജോലി ചെയ്ത് അതിൻ്റെ കൂലി മേടിച്ച് അവിടെ തീർന്ന്. അതിൽ ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. ബന്ധങ്ങളെന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും തമ്മിലാണ് ബന്ധം. അവിടെയാണ് പിന്നെ അവരുണ്ടാവുന്നത്. എല്ലാവരും അമ്മേനെ നെഗറ്റീവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന, റീച്ച് ഉണ്ടാക്കുന്ന, നമുക്കൊന്നും ചെയ്യാം എന്നായിരിക്കും. കിച്ചു അങ്ങനെ ചെയ്തിട്ടില്ല ഒരിക്കലും. നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞിട്ട് അവൻ പൈസ ഉണ്ടാക്കാനോ അവനിക്ക് അല്ലെങ്കിൽ മറ്റൊരു കൊറ്റി കൊടുക്കാനോ. പക്ഷെ നിങ്ങളാണ് അത് ചെയ്തത്. നിങ്ങളാണ് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാൻ. നിങ്ങൾ ക്യാൻസറായിട്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ പറയണം, നിങ്ങൾ ഇറങ്ങണം, നിങ്ങൾക്ക് സംസാരിക്കണം, എനിക്ക് പൈസ വേണം. അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും അവൻ്റെ ഉദ്ദേശം എന്താണെന്നും എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങളെ ഈ സംസാരത്തിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ട്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ ശരിയാണ്, നിങ്ങൾക്ക് പൈസ വേണം, എല്ലാം വേണം. പക്ഷേ വേറൊരാളെ അപമാനിച്ചുകൊണ്ടും വിഷമിപ്പിച്ചുകൊണ്ടും ആവരുത്. അത് അത്രയേ ഉള്ളൂ. നിങ്ങൾ തന്നെയാണ് മീഡിയയിൽ വന്നിരുന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള വിഷയം പുറത്ത് വിട്ടത് നിങ്ങൾ തന്നെയാണ്. അതുവരെ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് നിങ്ങളെ ഉള്ളിലാണ് നിന്നത്. പക്ഷെ നിങ്ങളാണ് അതിനെ ഒന്ന് പബ്ലിക്കാക്കിയത്. അല്ലാന്ന് നിങ്ങൾ പറയൂ. ചിലപ്പോൾ ബിഗ് ബോസിൽ കയറാനായിട്ടുള്ള ഒരു പടിയായിട്ടാണ് ചോദിക്കുന്ന ചോദ്യം. അത് എന്ത് ഇതായിട്ട് ചോദിക്കുന്നു. പക്ഷെ അതിന് ഒരിക്കലും എന്താണ് രേണുസുധി ഇങ്ങനെ സംസാരിക്കരുത്. കാരണം ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യാനല്ല. അല്ലെ അവൻ പോട്ടെ, അവൻ പിന്നെ ബിഗ് ബോസിൽ പോട്ടെ. അതിനിപ്പോൾ എന്താ? അവൻ പോയി, അവൻ വലിയവനാവട്ടെ, നല്ലതാവട്ടെ, അവൻ പൈസ ഉണ്ടാക്കട്ടെ. അവൻ പൈസ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഋതപ്പന് നിങ്ങൾക്കും ആണ് നല്ലത്, അല്ല വേറെ ആർക്കും അല്ല. അപ്പം നിങ്ങൾ അതിനെ നെഗറ്റീവ് അടിക്കും. നിങ്ങളെ ഈ സംസാരത്തിന് അവനോടുള്ള കുശുമ്പ് എത്രത്തോളമാണ്. കാരണം നിങ്ങൾ ബിഗ് ബോസിൽ പോയ ആളാണ്. അവനും പോട്ട് ഭിന്നാവണമെങ്കിൽ ഭിന്നാവട്ടെ, അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവനുള്ള ഹെൽപ്പ് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അതല്ലേ നിങ്ങൾ ചെയ്യണം. നിങ്ങളിങ്ങനെ ഈ പറച്ചിലിൽ തന്നെ നിങ്ങൾ അതിനായിരിക്കാം. അപ്പം തന്നെ നിങ്ങളൊരു അമ്മയാണോ? അപ്പോൾ നിങ്ങളൊരു അമ്മയാണ്, നിങ്ങൾ വളർത്തമ്മയാണ്, അമ്മയാണ് എന്നൊക്കെ നിങ്ങൾ പറയാം. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കും? ഒരു സ്വന്തം മകനാ അല്ലെങ്കിൽ ഒരു വളർത്തുമാൻ ഇങ്ങനെ ഒരു അമ്മ വന്നിരുന്ന് പറയൂ ഒരു മീഡിയയുടെ മുന്നിൽ? അവനാണ് അതിന് തിരിച്ചു പറയുന്നത്, എൻ്റെ അമ്മേനെ ഇനി വിളിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഞാൻ അവനോട് പറയായിരുന്നു, പങ്കുവെക്കുമായിരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വിഷമം വന്നാലും ഇതിനു മുമ്പും ഒക്കെ നിങ്ങൾ നല്ലതായിട്ട് നിന്ന്. അപ്പം അവൻ പറയുന്നത് നിങ്ങൾ പറയുന്ന അവനും കേട്ട് നല്ലതായിട്ട് പോയി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം വന്നത് ഒരു പ്രശ്നമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ കിടന്നൊരു കാര്യമാണ്. അവൻ പറഞ്ഞതും പറഞ്ഞ് വിലക്കിയതും ഒക്കെ ഒരു സംഭവം ആണ്. അതിനുശേഷം തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇല്ലായിരുന്നു കിച്ചൂർ അമ്മ ഇത് വേണ്ട, ശരിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പൈസയും മേടിച്ചു കഴിഞ്ഞ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിനോ അത് നിങ്ങൾ കണ്ടിന്യൂ കൊണ്ടുപോകുന്നതിനോ അവനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് വൾഗറായിട്ടുള്ളൊരു വീഡിയോ ഇട്ടു. നിങ്ങളെ ചുണ്ടൊക്കെ ഇതാക്കുന്നതും അത് ആൾക്കാരെടുത്ത് അത് മൊത്തത്തിൽ പബ്ലിക്കാക്കി നിങ്ങളെ ലൈവിൽ വന്നോ നിങ്ങൾ ആ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ഫുൾ ആൾക്കാരെടുത്ത് അതിനെ വൈറലാക്കി. അത് ഭയങ്കര നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് വന്നു. അവനൊരു മകനാണ്. അവനിക്ക് സമൂഹത്തിൽ നിങ്ങളെ അമ്മയാണ് അവൻ്റെ. സമൂഹത്തിൽ നിങ്ങളെ വളർത്തമ്മ ആയാലും എങ്ങനെ ആയാലും അവർ നിങ്ങളെ അമ്മയാണ്. അപ്പം അത് അവനിക്ക് സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ അവനിക്ക് വിഷമം വരും. അപ്പം നിങ്ങളെ വിളിച്ചല്ലോ. നിങ്ങൾ ആ സെക്കൻഡ് അവൻ വിളിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങളെന്താ എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, അപ്പം എനിക്ക് ഇത്ര കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ പിന്നെ അവൻ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അത് കാരണമാണ് നിങ്ങളും അവനുമായിട്ട് തമ്മിൽ ബ്ലോക്കായി നിന്നതും വരാഞ്ഞതും ഒക്കെ ഉള്ള വിളിക്കാത്തതിൻ്റെ കാരണം ഈ ഒരു കാരണം. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു മുമ്പ് എല്ലാം സംസാരിക്കുമായിരുന്നു, പറയുമായിരുന്നു. പക്ഷേ പിന്നെ ഇല്ല. കാരണം ഈ ഒരു കാരണം കൊണ്ട് അവൻ കുറച്ച് പക്വതയായി. കാരണം ഇപ്പോഴത്തെ സമൂഹം വെളിയിറങ്ങുമ്പോൾ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഓരോന്ന് സംസാരിക്കും. അവൻ അത് കേൾക്കണം. ഇനിയിപ്പോൾ നാളെ സമയത്ത് ഈ ഋതപ്പം വലുതായി വന്നാൽ ചിലപ്പോൾ ഇതിനേക്കാളും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ഇവൻ വളർത്തമ്മയെന്നുള്ള രീതിയിൽ. പക്ഷെ ഈ ഋതപ്പം വളർന്നു വരുമ്പോഴത്തേക്ക് അവൻ സ്വന്തം അമ്മയാണ്. അവൻ നല്ല രീതിക്ക് നിയന്ത്രിക്കും. അത് മനസ്സിലായി. അത് അവൻ നല്ലൊരു മകനായതുകൊണ്ടാണ് അവനത് അന്ന് പ്രതികരിച്ചത്. ഞാനിപ്പോൾ തിരിച്ചയച്ചു, എടാ അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ അവർ ചോദിച്ചു എന്താ അമ്മയെ കാണാൻ പോകാൻ മീഡിയ വഴി ആൾക്കാർക്ക് അവനോട് ഈ കുറേ യൂട്യൂബർമാർ അവനോട് ചോദിച്ചത് കൊണ്ടല്ലേ അതിന് അവൻ മറുപടിയായിട്ട് വന്നത്.
അതുപോലെ എന്നിട്ട് നിങ്ങൾ പറഞ്ഞെന്താ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, മറ്റുള്ളവർ വിഘ്നയിട്ട് അഭിനയിക്കണം അങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമായിട്ട് അഭിനയിക്കണം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവൻ സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ നിങ്ങളെ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് പൈസയാണ് പ്രധാനം. അവന് വിചാരിച്ച് വേണ്ട വിട്ടോളാന്ന് വിചാരിച്ച്. അപ്പം ഈ നാട്ടുകാർ മൊത്തത്തിൽ പറയാണ് എന്നാൽ അമ്മയെ കാണാൻ പോയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് മറുപടി ആയിട്ടാണ് അവൻ ഈ നാട്ടുകാരല്ലേ അവൻ്റെ അടുത്ത് യൂട്യൂബ് വഴിയല്ലേ എല്ലാം അവൻ്റെ അടുത്ത് ചോദിക്കുന്നതല്ല, നേരിട്ട് വന്നിട്ടല്ലോ ചോദിക്കുന്നത്. നേരിട്ട് വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നേരിട്ട് മറുപടി. ഇപ്പം എനിക്ക് യൂട്യൂബ് വഴിയാണ് എല്ലാവരും ഇവനോട് ചോദിക്കുന്നത്. അപ്പം അവൻ യൂട്യൂബ് വഴി മറുപടി കൊടുത്ത് അതിലിപ്പോൾ എന്താ തെറ്റിപ്പം? അപ്പം നിങ്ങൾ പറഞ്ഞാൽ അതിനെന്താ ഇപ്പം ഞാൻ തെറ്റ് ചെയ്യുന്നത്? മറുപടിയായി. അതാണ് നിങ്ങൾ എല്ലാ വിഷയങ്ങളും നിങ്ങളും അതേ ഈ സമൂഹം മൊത്തം ഇപ്പം യൂട്യൂബ് വഴിയാണ് എല്ലാം മറുപടി ഇപ്പം ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഇത്രയും തെറികേട്ട് കിട്ടുകൊണ്ട് എനിക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ആയില്ലേ, പൈസ ആയില്ലേ എനിക്ക്. നിങ്ങൾ പറയണം അതുകൊണ്ട് എനിക്കിപ്പോൾ ചികിത്സയ്ക്ക് കിട്ടിയില്ലേ, ചികിത്സയ്ക്ക് എനിക്ക് സഹായമായില്ല. ശരിയാണ്, പക്ഷേ ഇതിലൊരു തെറ്റുണ്ട്. നമ്മളൊരു നല്ല വഴിയിൽ കൂടി നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ നമ്മളത് നിലനിൽക്കും. എപ്പോഴും ഞാനായാലും പ്രാർത്ഥിക്കുന്നത്, അല്ലെ ഒരു ജോലി ഈശ്വര ദൈവമേ പിന്നെ പഠിച്ചവനെ, അല്ലെങ്കിൽ എനിക്ക് നമ്മളെ പൈസ ആശുപത്രി കൊടുക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും മുമ്പിലോട്ട് പോകണം. ഒരു അസുഖങ്ങൾ കൊണ്ട് നമ്മളെ പരീക്ഷിക്കല്ലേ എന്ന്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി അതിനിപ്പോൾ അതിന് കിട്ടുന്ന പൈസ അത് നല്ല വഴി കൂടെ ആക്കണം. കാരണം ആൾക്കാർ ഒരുപാട് പേരിങ്ങനെ മോശം പോയി ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം പല വീട്ടിലെ ആണുങ്ങളായിരിക്കുമല്ലോ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. അപ്പം ആ ഫാമിലിയിലെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള, അല്ല മക്കൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാനുള്ള പൈസയാണ് അവർ ഇതിൽ കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പം ആ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രാക്കുണ്ടാവും ഇതിനകത്ത്. അപ്പം അങ്ങനെ കിട്ടുന്ന പൈസയാണ് അത്. ഈ ഓരോരുത്തരും ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക. അതൊക്കെ ഏതൊരു ഇതിലും ഉണ്ട്, നല്ലതുകൊണ്ട് അഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഓക്കെ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് വഴി നിങ്ങൾക്ക് നിങ്ങളെ സാധാരണ വീഡിയോ ഇട്ട് ഒക്കെ ഓക്കെ, പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ ഒരു വീട്ടിലെ കൊച്ചുങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള പൈസ വേണം. അപ്പം അതൊക്കെ നമുക്ക് നല്ലതായിട്ട് വരത്തില്ല. അതാണ് നമ്മൾ ഇതിൽ വെച്ച് മനസ്സിലാക്കാനുള്ളത്. 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആരും ഇല്ലായിരുന്നല്ലോ. അപ്പൊ അവര് പറഞ്ഞത് കുഞ്ഞിനെ വിട്ട് അവരല്ലേ വളർത്തിയത്, എന്തുകൊണ്ടപ്പം വഴിതെറ്റിപ്പോയി? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയാണ് ഒരു കുട്ടി വഴിതെറ്റാനുള്ള പ്രായം. അത് നിങ്ങൾക്കറിയാമോ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി അല്ലെങ്കിൽ 8, 9, 10, 11 വയസ്സ് വരെ ആ കുട്ടിക്ക് വഴിതെറ്റാനുള്ള സാഹചര്യം ഇല്ല. അത് കഴിഞ്ഞാണ് ഈ കുട്ടി സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന, വലിയ ആൾക്കാരോട് സഹകരിക്കുന്ന, പുറത്തോട്ട് പോകുന്നത്, അവരെ തെറ്റിലോട്ട് പോകുന്ന, വലിയ ആളാണെന്ന് വെച്ച് മറ്റുള്ളവരോട് കൂടുന്നത്. അപ്പോൾ അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വഴി തെറ്റുന്ന ടൈമിനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ അച്ചാമ്മ നോക്കി ഇവർ നോക്കി അതുകൊണ്ടാണ് തെറ്റിയത് എന്നിട്ടും ആ കുട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റി അത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. നിങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനിക്ക് കേസുണ്ട്, ഇന്ന പോലീസ് സ്റ്റേഷനിൽ തിരക്കിയാൽ മതി, അവനിക്ക് എത്ര കേസുണ്ടെന്ന്. ഇതൊക്കെ നിങ്ങളല്ലേ വന്നെന്ന് പറയുന്നത്. തെറ്റുപറ്റാത്തൊരു ആരും ഏത് മനുഷ്യൻ ഇപ്പം നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റും. അതൊരു സമയം അത് തിരുത്തണം. അവൻ ഒരു കുട്ടിയാണ്. ഓരോരുത്തർ തെറ്റ് ചെയ്യുന്നത് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തർ തെറ്റ് ചെയ്യുന്നത്. മനസ്സിലായ? ഇവൻ അങ്ങനെയല്ല തെറ്റ് ചെയ്ത് പോയത്. നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളതിങ്ങനെ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് തെറ്റാണെന്നൊരു അറിയുന്നില്ല. പക്ഷേ അവൻ 18 വയസ്സിന് ശേഷം അവർ തെറ്റ് ചെയ്തതായിട്ട് ഇപ്പോൾ ഈ 18 അല്ലെങ്കിൽ ഇപ്പോൾ ഈ 3 വർഷം നമ്മളറിയുന്നില്ല ഒരു കാര്യം. മീഡിയ വഴി ഇപ്പം ഈ പറയുന്ന സുധി എന്ന് പറയുന്ന ആൾ ഒരു ഫേമസ് ആളിൻ്റെ മകൻ നീ എന്തെങ്കിലും ഇതായ നാട്ടിൽ മൊത്തം അറിയണമല്ലേ? ഇപ്പം എല്ലാം മീഡിയ വഴി അറിയും. നമ്മൾ ഇതുവരെ ഇപ്പം നിങ്ങളെ വെച്ച് പറഞ്ഞ കാര്യം മാത്രമാണ് ഇപ്പം സമൂഹത്തിൽ കിടന്ന് കറങ്ങുന്നത്. അവൻ മോശമാണ്, അങ്ങനെയാണ്, അവനിക്ക് കേസുണ്ട്, പോലീസ് സ്റ്റേഷനിൽ തിരക്കാമെന്നുള്ള നിങ്ങൾ പറഞ്ഞിട്ടാണ് അറിയുന്നത്. സൂചേട്ടൻ ഈ വിഷമിച്ച് ഈ മനുഷ്യൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേന് സ്റ്റേജിന്റെ പുറകിൽ എന്തുകൊണ്ട് കിടത്തി ചോദിക്കുന്നു ഞാൻ. ഈ സുധി എന്ന് പറയുന്നത് ഈ കിച്ചുവിൻ്റെ അച്ഛൻ തന്നെയാണല്ലോ. അച്ഛൻ്റെ കൂടെ ആണല്ലോ കുട്ടി പോയത്. അത് ആണാണല്ലോ, ആൺകുട്ടിയാണ്. അത് അവരച്ഛനാണ് കൊണ്ടുപോകുന്നു, നോക്കുന്നു. അതിലിപ്പോൾ എന്താ തെറ്റ്? എൻ്റെ അച്ഛൻ എവിടെയാണ്? അപ്പോൾ അവൻ ചിലപ്പം കുഞ്ഞിതായിരിക്കും, ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം പറ്റൂലായിരിക്കും, അപ്പോഴും കൊണ്ടുവന്ന് നോക്കി. അതിലിപ്പം വീട്ടിലെ അല്ലെങ്കിൽ അച്ഛാമ്മ നോക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വേറെയുള്ളവർ നോക്കാഞ്ഞിട്ടാണ് എന്നുള്ളത് എങ്ങനെ പറയും? ആ കുട്ടിയെ അപ്പം അവൻ ചിലപ്പം അത്രയും കെയർ ചെയ്തായിരിക്കും നോക്കുന്നത്. വേറെ ആരും നോക്കിയാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പം അതിപ്പം രേണുവിനിപ്പോൾ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. രേണു ഇപ്പം അതിന് ശേഷമുള്ള കാര്യം രേണു അറിഞ്ഞാൽ മതിയല്ലോ. അപ്പം അതിൻ്റെ കാര്യം ഇപ്പം അവർ അച്ഛനും അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ അല്ലെങ്കിൽ കൊച്ചുമോനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാണും. അതിൽ ഇപ്പം രേണു ഇടപെടേണ്ട ആവശ്യമില്ല. അത് അവർ തമ്മിൽ അത് കഴിഞ്ഞ കാര്യമല്ലേ, വർഷങ്ങളായല്ലേ. അതിനിപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ ചിത്രകേരളം വൻ വിവാദമായിരിക്കും. അവൾ ആ കൊച്ചിനെ ഇട്ട് കൊടുത്തു അല്ല.
ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നിങ്ങൾ കിച്ചുവിനെ പറ്റി മോശം പറഞ്ഞാൽ മോശമായിട്ടേ വരും. അത് നിങ്ങൾക്ക് ഇതാണ്. നിങ്ങൾ കിച്ചുവിനെ പറ്റി പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ടേ നിങ്ങൾക്ക് വരുള്ളൂ. അത് വേറെ ഒന്നും കൊണ്ടല്ല. കിച്ചുവിൻ എന്ന് പറയുന്നത് കുട്ടി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്, 21 വയസ്സുള്ളൊരു പയ്യനാണ്. അവൻ ജീവിതത്തിലോട്ട് ഇറങ്ങില്ല. പക്ഷെ നിങ്ങൾ 10-36 വയസ്സുള്ളൊരു ഒരു സ്ത്രീയാണ്. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ജീവിച്ചതാണ്. നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെയും ഒരുപാട് ജീവിച്ച് നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവം വന്നില്ലേ. ഇപ്പം തന്നെ നിങ്ങൾ കുറേ അനുഭവങ്ങളും കാര്യങ്ങളും ഇപ്പം നിങ്ങൾ നിങ്ങളെ കൂടെ ആരൊക്കെ ഉണ്ടാവും എല്ലാം നിങ്ങൾക്കറിയാം. നിങ്ങൾ സ്നേഹിച്ചവരുണ്ടോ സ്നേഹിക്കാത്തവരുണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ പക്ഷെ അവൻ പയ്യനാണ്, തുടങ്ങിയതേ ഉള്ളൂ ജീവിതം. അപ്പം അവിടെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ് അവനെ തളർത്തിയാൽ ഒരു മനുഷ്യരും നോക്കിയിരിക്കൂല. മനസ്സിലായി? നല്ലതിന് എല്ലാവരും ഇപ്പം നിങ്ങളൊരു നന്മ ചെയ്താൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇനി നാളെ പോയിട്ട് അവനോട് സോറി പറഞ്ഞ് നിങ്ങൾ അവനെ ആ ഹൃദയപ്പൻ്റെ കൂടെ സഹകരിച്ച് നിങ്ങൾ ജീവിച്ചു നോക്കി. അപ്പം നല്ലതേ ആൾക്കാർ പറയുള്ളൂ, അല്ല നിങ്ങളെ മോശം ആരും പറയൂല. ഇട്ടുകൊടുത്ത് അവർക്ക് മാത്രം എല്ലാം പറയാം. എൻ്റെ വീട്ടുകാരെ ഇട്ടുകൊടുത്തില്ലേ, എന്നെ ഇട്ട് തന്നില്ലേ വെറുതെ സോഷ്യൽ മീഡിയയിൽ. അപ്പം എനിക്കെന്താ സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് അവർക്ക് എന്തും പറയാം. നിങ്ങളെ ഇട്ടുകൊടുത്തു, നിങ്ങളെ കുടുംബത്തിന് ഇട്ടുകൊടുത്തു. നിങ്ങളാണിത് മൊത്തം ഇട്ടുകൊടുത്തത്. ഫുള്ള് കാര്യങ്ങൾ നിങ്ങളാണ് ഇട്ടുകൊടുത്തത്. അപ്പം മറ്റുള്ളവർ വന്ന് നിങ്ങളെ കുടുംബത്തിലും ഇതായത്. അപ്പം നിങ്ങളെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് സംസാരിച്ചാൽ മതി. എപ്പോഴും നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് സംസാരിച്ചാൽ മതി. കിച്ചുവിനെ പറ്റി നെഗറ്റീവ് എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഇന്ന് ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ലല്ലോ. ഈ കൊച്ചിനെ വിളിക്കത്തില്ല. ആ കൊച്ചിന് സങ്കടം ഉണ്ടാവും, എനിക്കറിയില്ല. ഇന്ന് ഈ നിമിഷം വരെ വിളിച്ചിട്ടില്ല. ആര് വിളിച്ചിട്ടില്ല? നിങ്ങളെ കാണാൻ അവിടെ വന്ന് നിങ്ങളവിടെ ഇല്ല. പിന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. പിന്നെ ആ കൊച്ചിനെ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ ചേച്ചിയുടെ മക്കളോടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ വരണം, അവൻ വന്ന് നിങ്ങളെ സന്തോഷം കെടുത്തണം. അല്ലെങ്കിൽ അവൻ വന്ന് കാണുമ്പോൾ നിങ്ങൾ ക്യാൻസർ രോഗിയായി നിങ്ങളെ ഡിപ്രഷൻ തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ അത് എന്തിനാ? അപ്പം നിങ്ങൾ ഇവിടെ എല്ലാവരുടെ ഫോണും ഉണ്ട്. അവൻ്റെ മെയിനായിട്ടുള്ള നിങ്ങളാണ്. നിങ്ങളെ വിളിക്കുക, നിങ്ങളെ സംസാരിക്കുക. അപ്പം നിങ്ങളെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകുന്ന നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറയുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആര് വിളിക്കണമെന്നുള്ളത്? പിന്നെ ആ കുട്ടിക്ക് വിഷമം ഉണ്ടാവില്ലേ? പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ സഹോദരിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ട്, അതേപോലെ തന്നെ അവനിക്ക് അവൻ്റെ സഹോദരനാകുമ്പോൾ അവനിക്ക് അതിൻ്റെതായ വിഷമം ഉണ്ടാവും. ഞാൻ ഇത്രയും പറഞ്ഞത് അത്രയും സ്നേഹിച്ചൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇന്ന് പറയേണ്ടി വന്നത്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ഇൻ്റർവ്യൂവിലും എൻ്റെ ഒരു ചാനലും പറയാത്ത കാര്യങ്ങളാണ് ഞാൻ ഇത്രയും മനസ്സിൽ കൊണ്ട് പറഞ്ഞത്. നിങ്ങളെ ഇതിനനുസരിച്ചിട്ട് അവനെ കൂടെ നിങ്ങളെ കൂടെ കൂട്ടാൻ നോക്കി, നിങ്ങളെ കൂടെ കൂടിയില്ല. അതേപ്പം നിങ്ങൾ അച്ഛൻ, ചേച്ചി, ബാക്കി ബന്ധുക്കൾ അവരെയൊക്കെ നിങ്ങളെ കൂടെ കൂടി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു. പക്ഷേ നിങ്ങളെ ഈ കാണിപ്പിനി അവൻ കൂടെ നിന്നില്ല. അതാണ് നിങ്ങളെ ഇത്രയും പ്രഷർ കയറ്റിയതും അവനിക്ക് നെഗറ്റീവ് പറയാനുള്ള സാഹചര്യവും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അല്ലാതെ നിങ്ങൾ സ്നേഹിച്ചതുകൊണ്ടല്ല, നിങ്ങളെ കൂടെ അവൻ നിന്നില്ല, ചേർന്ന് നിങ്ങളെ ഈ പറയുന്ന ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ അവൻ നിന്നില്ല. അതായിരുന്നു നിങ്ങൾക്ക് ഇത്രയും പ്രഷർ കയറിയത്. പ്രതീക്ഷിച്ച ആരും എന്നെ ഒരു നോക്ക് കാണാൻ വന്നില്ല. ഞാൻ പ്രതീക്ഷിക്കാത്തവരാണ് എന്നെ കാണാൻ വന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നമ്മളെ ആപത്ത് ഘട്ടത്തിൽ നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ ബന്ധുക്കൾ പോലും കാണൂല, നാട്ടുകാരായിരിക്കും കാണുന്നത്. മനസ്സിലായ? പിന്നെ സഹോദരങ്ങൾ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഈ പറയുന്ന കിച്ചുവിനെ നിങ്ങൾ അകറ്റി നിർത്തേണ്ട ആവശ്യം ചിലപ്പോൾ അവനായിരിക്കും നിങ്ങൾക്ക് ഒതുങ്ങുന്നത്. നിങ്ങൾ അവനെപ്പറ്റി മോശം പറയരുത്. ഇപ്പം നിങ്ങൾ ഒരുപാട് പേരെ ഫൈസൽ ഇവർ പിന്നെ ഈ പറയുന്ന പള്ളിയിലച്ഛനൊക്കെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. അവരൊക്കെ ഒരു സമയത്ത്, അതായത് നിങ്ങളെ മോശം സമയം, നിങ്ങൾ ഈ നെഗറ്റീവായിട്ട് നടന്ന സമയത്ത് നിങ്ങൾ പിന്നെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ അവരൊക്കെ വീട് വെച്ച് തന്നതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കുറ്റം പറഞ്ഞപ്പോഴാണ് അവർ നിങ്ങൾക്കെതിരായിട്ട് വന്നത്. അല്ലാതെ നിങ്ങൾ എവിടെ നിങ്ങളെ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ ഫൈസലിക്കാരുടെ കാര്യമായാലും ഈ പറയുന്ന പള്ളിയിലച്ഛൻ്റെ കാര്യമായാലും ആരെ കാര്യം, ഇപ്പോൾ ഈ ലാസ്റ്റ് പിന്നെ കിച്ചുവിൻ്റെ കാര്യമായാലും അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഏറ്റവും മാംസവും ഊറ്റി കുടിച്ചവർ പോലും വന്നിട്ടില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്തവർ വന്നു. ഞാൻ സ്നേഹിച്ചവരാരും എന്നെ കാണാൻ വന്നില്ല, എന്നെ സ്നേഹിച്ചവർ വന്നു. രക്തവും മാംസവും ഊറ്റി കുടിച്ചെന്ന് പറയുന്നത് നിങ്ങൾ ഈ പോകുന്ന സ്ഥലത്തല്ലേ നിങ്ങൾക്ക് അവരൊക്കെ പൈസ തന്നിട്ടാണല്ലോ നിങ്ങൾ ഈ എല്ലാ സ്ഥലത്തും കൊണ്ട്. അപ്പം പിന്നെ നിങ്ങൾ വീണ്ടും അവർ നിങ്ങളെ സഹായിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല കേട്ടോ. അത് അവർ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു, അവരതിൻ്റെ പൈസ തന്നു, കഴിഞ്ഞു, അത് കടമ തീർന്നു. പിന്നെ അവർക്ക് അവിടെ കടമയൊന്നും നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ വരെ പോയി. ഞാൻ ഈ ആന്റിബോഡി മേടിക്കുന്ന മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച്. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും വന്നില്ലല്ലോ. നിങ്ങൾക്ക് നല്ലതല്ലേ വന്നോളൂ. ഈ മരുന്നിന് ഇത്ര വില ഉണ്ടാവും, അത് ശരിക്കും ഉള്ളതാണ്, നിങ്ങൾ കള്ളം പറയുന്നതല്ല എന്നുള്ള നല്ലൊരു നിങ്ങൾക്ക് പോസിറ്റീവല്ലേ ഉണ്ടായുള്ളൂ, അതിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നും ഈ 3-4-5 മാസമായി ക്യാൻസർ ആയിട്ട് കിടക്കുന്നു. എൻ്റെ വീട് എങ്ങനെ കഴിയുന്നത്? ഇവർ ഈ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കിയവരും എന്നെ വെച്ച് ബിസിനസ് ചെയ്യുന്നവരും അന്വേഷിച്ചു.
നിങ്ങളതിന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഈ സർവ്വ ആൾക്കാരെയും കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പം നിങ്ങൾ ആൾക്കാർ വന്ന് കാണുന്നുമുണ്ട്, ഒക്കുന്നിടത്തോളം സഹായിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയെ ഈ പറഞ്ഞ സിനിമ ഫീൽഡിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ സുഖമില്ലാതായിട്ട് ഒരുപാട് പേര് സഹായിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ആ അവസ്ഥയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ദൈവത്തിനോട് നന്ദിയല്ലേ പറയേണ്ടത്? ഈ വന്ന് ചോദിക്കണ്ടേ? മറ്റുള്ളവരെ കൈനീട്ടി തിന്നുന്ന ഒരു നല്ലതല്ല. നിങ്ങൾ അതിനുള്ള അവസ്ഥ ഒരുപാട് വരുത്തരുതേ എന്നല്ലേ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ആരും വന്നില്ല കേട്ടില്ല എന്ന് പറയുന്ന സങ്കടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ചേച്ചിപ്പറ്റി നല്ല അഭിമാനത്തോടു കൂടി പറയുന്നില്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളെ സഹോദരി എത്ര വലുതാണോ അതുപോലെ തന്നെയാണ് കിച്ചുവിൻ്റെ സഹോദരനും. അത് നിങ്ങൾ മറക്കാതിരുന്നാൽ നന്ന്. അപ്പോൾ പണത്തിൻ്റെ മുന്നിൽ പരുന്തും പറക്കൂല. ശരിയാണ്, നിങ്ങളും അതുപോലെ നിങ്ങളും പണമേന്ന് പറഞ്ഞാണ് ഇത്രയും നാൾ നടന്നത്. മനസ്സിലായി? പൈസ 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 എന്നുള്ളത്. ഇപ്പോൾ ഈ പൈസയൊന്നും ഒരു അസുഖം വന്നാൽ ഒന്നിനും ഇല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായ. ഇതൊക്കെ നമ്മളെ ജീവിതം കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഞാനായാലും ആരായാലും അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഒരു ദിവസം അവൻ ലോക്കപ്പിൽ കിടന്നോ? ഒരു ദിവസം കിടന്നോ? അത് മതി. പിറ്റേ ദിവസം ജാമ്യം കിട്ടിപ്പോട്ടെ, എന്തുവാട്ടെ. പറഞ്ഞ ആ യൂട്യൂബറെ പറ്റി ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവർ പറയുന്നത്. ക്യാൻസർ വന്നല്ലോ, അതൊക്കെ വേണം, അല്ലെങ്കിൽ അവൾ മരിക്കണം, ഒക്കെ ചാവണം. അത് നമ്മളും മറ്റുള്ളവർക്ക് നെഗറ്റീവ് നമ്മൾ പറയുന്നത് നമ്മളെ മറ്റുള്ളവർ നെഗറ്റീവേ പറയും. അപ്പോൾ എന്തായാലും രേണുവിൻ്റെ അസുഖമൊക്കെ മാറട്ടെ, സുഖമാവട്ടെ, എല്ലാം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കിച്ചു അവരും കുടുംബം എല്ലായിട്ടും നല്ലതായിട്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.